മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ വി ശിവൻകുട്ടി, ഇതാ നോക്കൂ, ഗവർണർ റോഡരികിൽ കുത്തിയിരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി വരട്ടെ, ചീഫ് സെക്രട്ടറി വരട്ടെ, DGP വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റോഡരികിൽ ഇരിക്കുകയാണ്. എന്താണ് നമ്മുടെ ഗവർണർ കാണിക്കുന്നത്? ഒരു സമനില തെറ്റിയെന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാള് ഒരിക്കലും പെരുമാറുവാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഷോയാണ്. ഈ അടുത്ത കാലത്ത് എയർപോർട്ടിനെ സമീപം ഇതേപോലെ ഷോ നടത്തിയിരുന്നു. നമ്മുടെ നാട്ടിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സമരങ്ങൾ നടക്കുന്ന സ്വാഭാവികമാണ്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വരെ സമരങ്ങൾ നടക്കാറുണ്ട്. അതെല്ലാം നോക്കുന്നതിന് വേണ്ടിയും നിയമവിരുദ്ധമായ നടപടി എന്തെങ്കിലും ഉണ്ടായാൽ അത് ആ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് പോലീസുണ്ട്. ഇത് കരിങ്കൊടിയെന്ന് കേൾക്കുന്നതിന് മുമ്പ് റോഡിലിറങ്ങി അതെ, ആ കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു, പോലീസുകാരോട് തട്ടിക്കയറുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി വന്നിട്ട് ഞാനിവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മിക്കവാറും അവിടെ ഒരുപാട് നാൾ ഇരിക്കേണ്ടി വരും. അതിന്റെ ഒരു സംശയം വേണ്ട. അപ്പൊ അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി വന്നിട്ട് ഞാനിവിടെ എണീക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് നാൾ അവിടെ ഇരിക്കേണ്ടി വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. മിനിസ്റ്റർ, ഇവിടെ നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹമാണല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ പ്രതിഷേധങ്ങളൊക്കെ സ്വാഭാവികമാണ്. എല്ലാവർക്കും നേരെയും പ്രതിഷേധങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനോട് പ്രതികരിക്കുന്നതിലെ ഒരു മര്യാദ, ഇരിക്കുന്ന പദവിയുടെ ഒരു മര്യാദ, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ ഗവർണർ ഇവിടെ അങ്ങ് മറക്കുകയാണ്. അത് മനഃപൂർവ്വം മറന്നതാണ്, അങ്ങനെയാണോ? അത് അദ്ദേഹം എല്ലാം മറക്കുകയാണ്. ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും മറക്കുകയാണ്. ഭരണഘടനാപരമായ അദ്ദേഹത്തിന്റെ ബാധ്യത അദ്ദേഹം മറക്കുകയാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനാണെന്ന് ഉള്ള വിവരം, താൻ ഗവർണറായിരിക്കുന്ന സംസ്ഥാനത്തെ സഹായിക്കേണ്ട ആളാണെന്നുള്ള വിവരം മറക്കുകയാണ്. അദ്ദേഹം എന്ത് പറയാൻ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്നാണ് തോന്നുന്നത്. വേറെ ആരൊക്കെയോ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഇതേപോലെ ഒരു ഗവർണർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ വേണ്ടി പോകുകയാണ്. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചതിന്. ഏതായാലും അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി വന്നിട്ടാണ് എണീക്കുമെങ്കിൽ അവിടെ കുറേ നാൾ ഇരിക്കേണ്ടി വരും എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി നമ്മളോട് പറഞ്ഞു വെച്ചത്. എല്ലാ ജനാധിപത്യ മര്യാദകളെയും മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച നേതാക്കളും മന്ത്രിയും അടക്കമുള്ളവർ പറഞ്ഞു വെക്കുന്നത്.